സോ ഹായ് ഗൈസ്, എൻ്റെ പേര് അനന്തകൃഷ്ണൻ. TTGയുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കുറച്ച് പേർക്ക് പരിചയമുണ്ടാവും. ഞാനാണ് ചാനലിൻ്റെ എഡിറ്ററും പിന്നെ ചെറിയ കോർഡിനേഷനും പരിപാടിയൊക്കെ ഉണ്ട്. അതല്ലാണ്ട് തന്നെ TTGയുടെ ഒരു ഹോസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂഷ്വലി കാണുന്ന ഒരു ടൈപ്പ് വീഡിയോ ആയിരിക്കില്ല. കാറും ഇതൊക്കെ ഉണ്ടെങ്കിലും കുറേ പേർക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കാണാം എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് യൂസ് ചെയ്യണേ, എന്ത് ക്യാമറയാണോ അതോ DSLR ആണോ അതോ ജസ്റ്റ് ഫോണിലാണോ ഷൂട്ട് ചെയ്യുന്നത്, ഏതാ മൈക്ക്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളല്ലെങ്കിലും തന്നെ ഈ ഓട്ടോമൊബൈലിൽ ഇത് സെക്ഷൻ ചെയ്യുന്ന കുറേ മലയാളി യൂട്യൂബേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോ ഔട്ട്പുട്ട് കാണുമെങ്കിലും ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള പ്രോസസ്സ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ചെറിയ ബിഹൈൻഡ് ദ സീൻസ് പോലെ TTGയുടെ എപ്പിസോഡ് 2 ഹൗ റിവ്യൂറിസം ഇസ് മെയ്ഡ്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ദി എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സിൻ്റെ പുറകെ പോണയിൽ ഒരു ചെറുതായിട്ട് ബ്രീഫ് പറയാം എങ്ങനെയത് യൂഷ്വലി നടക്കാറുണ്ട്. ഇതൊരു മേജർ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് അടുപ്പിച്ച് 3 ദിവസം അല്ലെങ്കിലും ഒരു 3 ഡേ പ്രോസസ്സാണ് ഇത് നടക്കാറ്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ആക്ച്വലി വണ്ടി ഒപ്പിക്കുക. അതാണ് മെയിൻ പാട്. വണ്ടി ഒപ്പിക്കുക, അതിൻ്റെ ഒപ്പം ഒരു ചെറിയ പ്ലാനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് യൂഷ്വലി ഹാൻഡിൽ ചെയ്യണത് ഇപ്പോൾ വണ്ടികളുണ്ടെങ്കിൽ അത് നമ്മൾ ഷോറൂമിൽ നിന്ന് ഒപ്പിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലീസ് ഇത് നമ്മൾ കണക്ഷൻ കിട്ടുന്ന ആരാന്ന് വെച്ചാൽ നമുക്ക് വണ്ടി റിവ്യൂ കിട്ടിയെങ്കിൽ അതങ്ങ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹാൻഡിൽ ചെയ്യണത് നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള അശ്വിനും മുസ്തഫയും, ഇവർ 2 പേരും തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ പ്ലാനിങ് പരിപാടിയൊക്കെ ഇവർ തന്നെ നടത്തിയിട്ട് എഡിറ്ററായി എന്നെ വിളിക്കും. എന്നിട്ട് പറയും ഇന്ന ദിവസം ഷൂട്ടുണ്ട്, ഇന്നതാണ് പരിപാടി. അപ്പോൾ ഈ പ്രീ പ്ലാനിങ്ങും ഈ കൺഫർമേഷൻ കോളിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലക്ഷറി വണ്ടിയാണെങ്കിൽ കുറച്ച് ഹൈബ്രിഡ് ഒക്കെ ചെയ്യാൻ പാട്ടൊക്കെ ഓൾറെഡി നമ്മൾ നോക്കി വെക്കണം. സോങ് സെലക്ഷൻ ചെയ്യാനും എന്തൊക്കെയാണ് എഡിറ്റ് പ്രോസസ്സിൽ വരിക, ഇപ്പോൾ എന്തൊക്കെ ഷോർട്സ് വരും, ചിലപ്പോൾ ഇവർ ഒരു മെയിൻലി ഒരു ട്രൈ സെൻട്രിക് വീഡിയോ ആയിട്ട് മാറാം, അല്ലെങ്കിൽ ലുക്സ് മൊത്തത്തിൽ പറയാൻ ഒരു വീഡിയോ ആവാം. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് പ്രീ പ്ലാൻ ചെയ്തെടുക്കാനായിട്ടും എന്നാണ് എത്ര മണിക്കാണ് ഷൂട്ട് തുടങ്ങുന്നത്, വണ്ടി കിട്ടുക, ഇതിനൊക്കെ ആയിട്ടൊരു കൺഫർമേഷൻ പ്ലസ് പ്ലാനിങ് ഡേ, അതാണ് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ എന്ന് പറയുന്നതാണ് നമ്മുടെ ഷൂട്ട് ഡേ. ഷൂട്ട് ഡേ രാവിലെ എല്ലാം കെട്ടി ഒരുങ്ങി എല്ലാ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് ചെന്ന് നമ്മൾ ഷൂട്ട് ലൊക്കേഷനിൽ പോവും. അതിപ്പോൾ നമുക്ക് യൂഷ്വലി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ നിന്ന് കഴിഞ്ഞ് വണ്ടി കിട്ടുകയാണെങ്കിൽ ഒരു മോർണിംഗ് 7 ആയിരിക്കും നമ്മൾ ഡെയിലി ഷൂട്ട് വരാം. യൂഷ്വലി 2 വീലേഴ്സൊക്കെ ആ ടൈമിലാണ് ഞങ്ങൾക്ക് കിട്ടാറ്. അതുപോലെ തന്നെ ഷോറൂം പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയും അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമ്പോൾ അത് അവരുടെ ഷോറൂം ഓപ്പണിംഗ് ഒക്കെ ഒരു കഴിഞ്ഞ് ഒരു 9 ഓൺവേർഡ്സ് ആ ടൈം അബവ് ആയിരിക്കും നമുക്ക് വണ്ടി കിട്ടുക. അവിടെ ചെന്ന് ഷൂട്ട് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഡേ 3 വരുന്നത്. ഇത് അടുപ്പിച്ച് 3 ദിവസം അല്ലെങ്കിലും ദീസ് ടേക്സ് 3 days. അപ്പോൾ തേർഡ് ഡേ എന്ന് പറയുന്നതാണ് എഡിറ്റിംഗ് പ്രോസസ്സ്. ഇവിടെയാണ് എൻ്റെ പരിപാടി തന്നെ. ഞാൻ ഈ ഫുട്ടേജൊക്കെ കളക്ട് ചെയ്ത് എല്ലാം ചോപ്പപ്പൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഒരു ഫൈനൽ വേർഷൻ ആക്കി എടുക്കലാണ് എൻ്റെ ജോലി. അപ്പോൾ നമുക്ക് ഈ 3 പ്രോസസ്സിലോട്ടും കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ പ്രോസസ്സിൻ്റെ പരിപാടി ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെയാണ് യൂഷ്വലി നടക്കണേ. രാവിലെ എത്ര മണിക്കാണെന്നുള്ള ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് ആ ഷൂട്ടിംഗ് ഡേയിലുള്ള പരിപാടി നമുക്ക് ഷൂട്ട് ലൊക്കേഷനിൽ പോയി നോക്കാം അല്ലേ. അപ്പോൾ ഷൂട്ട് ഡേയിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് നമുക്ക് നോക്കാം. ഷൂട്ട് ഡേയിൽ മെയിൻലി നമ്മൾ സൈറ്റിലിപ്പോൾ നേരത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ഡേയിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ മേജർ സംഭവങ്ങൾ നടക്കുക. അപ്പോൾ വണ്ടി വന്നിട്ട് നമ്മൾ അറൗണ്ട് ഒരു 7 to ഉച്ചയ്ക്ക് കിട്ടണ വണ്ടിയുടെ അലൊക്കേഷൻ പോലെ ആയിരിക്കും നമ്മുടെ ഷൂട്ട് ഡേയ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മെയിൻ ക്യാമറ നമ്മൾ യൂസ് ചെയ്യണത് ഒരു iPhone 15 Pro Max ആണ്. അത് യൂഷ്വലി 4K 60 FPS നമ്മുടെ യൂഷ്വൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കും അതിൻ്റെ കാര്യങ്ങളിലോട്ട് നമുക്കിനി ഷൂട്ടിൻ്റെ വഴി കിടക്കാം. ഓക്കെ, അപ്പോൾ ഷൂട്ട് ഡേയ്സിൽ ഫസ്റ്റ് എന്തൊക്കെയാണ് നടക്കണേ, ഇവർ വരുമ്പോൾ ഞാനും അശ്വിനും മുസ്തഫയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഷൂട്ടിൻ്റെ ഇത് പോണേ, ഇവരുടെ ഫ്ലോ എങ്ങനെയാണ്, ഇവരെന്താണ് ആദ്യം ചെയ്യാൻ പോണത്. ചില സമയത്ത് നമ്മൾ ആദ്യം ഇൻറ്റീരിയർ ചെയ്തിട്ട് പിന്നെ എക്സ്റ്റീരിയർ ചെയ്യും. ചില സമയത്ത് ഇവർ ആദ്യം ലുക്സ് ചെയ്യും. ചില സമയത്ത് ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ രാവിലെ തന്നെ ആദ്യമേ ഡ്രൈവ് ഷോട്ട്സ് ആയിരിക്കും എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷൻ ആയിരിക്കും ആദ്യം നടക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ്
നമ്മുടെ ചെറിയ പാൻ ഷോട്ട്സും ഡിവൈസസും എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നൊക്കെ ഓവറോൾ എല്ലാവരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഷൂട്ട് ഡേയ്സ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ലുക്സിലോട്ടൊക്കെ കിടക്കും. അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻറ്റീരിയറായിട്ട് ചില വണ്ടികൾക്ക് ഫ്രണ്ട് ലുക്കും ബാക്ക് ലുക്കും അതിൻ്റെ തേർഡ് റൗണ്ടിങ് അതും അതുപോലെ തന്നെ ആയിരിക്കും ഷൂട്ട് ഡേയ്സ് പോവുക. അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ മുസ്തഫ ഈ ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിലെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. നമ്മുടെ റിയർ ലുക്കാണ് ഈ ചെയ്യണത്. അത് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ മൈക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് യൂഷ്വലി ഇതിൻ്റെ പണി പോകാറ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റാപ്പപ്പായിട്ട് നിങ്ങളെല്ലാ വീഡിയോസിൻ്റെ ഇൻട്രോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയ എഡിറ്റ് ഷോട്ട്സ് അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ഇട്ട് വണ്ടീനെ ഷോക്കേസ് ചെയ്യുന്നൊരു സീൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എഡിറ്റ് ഷോട്ട്സ് നമ്മൾ ഗിംബിൾ ഉപയോഗിച്ചായിട്ടായിരിക്കും ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ഗിംബിൾ എന്ന് പറയുന്നത് DJIയുടെ Osmo 6 ആണ്. DJIയുടെ ഈ Osmo 6 എന്ന് പറയുന്ന ഈ ഗിംബിൾ ഒരു 3 ആക്സിസ് മൊബൈൽ ഗിംബിളാണ്. അത് ലൈക്ക് ഐഫോൺ ആയാലും നമ്മുടെ സാംസങ്ങിൻ്റെ S Ultra അല്ലെങ്കിൽ ഏത് സീരീസ് ആയാലും ഇത് പ്രോപ്പർലി അതിന് കമ്പാറ്റബിൾ ആയതിന് ഒരു ആപ്പ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് കൂടുതൽ അതിൻ്റെ യൂസ്ഫുൾനെസ് വർക്ക് ചെയ്യാറ്. ഇതൊരു സിംഗിൾ ചാർജിൽ അറൗണ്ട് 6.5 hours ഓഫ് ബാറ്ററി ബാക്കപ്പ് വരും. ഓവറോൾ ഇറ്റ്സ് എ റിയലി ഗുഡ് ആക്സിസ് ഗിംബിൾ. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് മേടിച്ച മൈക്ക് സെറ്റ് ആയിരുന്നു ഗ്രനാരോ എന്ന് പറയണേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു റിസീവറും 2 ആൾക്കാർക്ക് സൈമൾട്ടേനിയസ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്കും ഉണ്ട്. ഇതിന് 3 ലെവൽസ് ഓഫ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ആഫ്റ്റർ കുറേ യൂസ് കഴിഞ്ഞപ്പോൾ ഇതിന് കുറേ കണക്ടിവിറ്റി ഇഷ്യൂ, ചില സമയത്ത് വോയിസ് റെക്കോർഡ് ആവില്ല, അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ പിന്നെ പുതിയതിലോട്ട് മാറ്റിയത്. ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ നോർമൽ ക്ലിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഓക്കെ, ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഇപ്പം അപ്ഗ്രേഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞത്. ഇത് ഒരു ബട്ടൺ മോഡൽ, നേരത്തെ പോലെ ഡുവൽ മൈക്കാണ്. അതിൻ്റെ ഒപ്പം റിസീവർ ഉണ്ട്. ഈ കാണുന്നത് നമ്മൾ DSLRസിലോട്ടൊക്കെ അറ്റാച്ച് ചെയ്യേണ്ട റിസീവറാണ് ഈ കാണുന്നത്. ഈ മൈക്ക് അത്യാവശ്യം ഒരു ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത്, പക്ഷേ ദാറ്റ്സ് ടോട്ടലി ഇനഫ്. ഈ ഒരു മാഗ്നറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഷർട്ടിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ മൈക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ക്ലാരിറ്റി ഉള്ളൊരു മൈക്ക്. പിന്നെ നമ്മുടെ ഇപ്പോൾ വരുന്ന ഡ്രൈവ് ഷോട്ട്സ് എല്ലാം ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് അതിന് വേണ്ടിയായിട്ട് ഫിറ്റ് ഗിയർ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ചെറിയ ഫോൺ മൗണ്ടാണ് അത് യൂസ് ചെയ്യണം. അത് നമ്മുടെ നോർമൽ വിൻഷീൽഡിലോട്ട് ആ സക്ഷൻ വെച്ചിട്ട് അതങ്ങ് അറ്റാച്ച് ചെയ്തിരുന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് വരെ. ഇനി ഉള്ള കാര്യങ്ങളെല്ലാം എഡിറ്റിംഗ് സൈഡാണ് നടക്കുന്നത്. എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഞാൻ ആ ചാനലിൽ ഉള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ റാപ്പപ്പ് കഴിഞ്ഞില്ല, ഇനി എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് എഡിറ്റിംഗ് റൂമിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ഡേയിലെ പരിപാടി അതൊക്കെയാണ്. ഞാൻ എൻ്റെ റൂമിൽ ഇവിടെ എഡിറ്റിംഗ് റൂമിൽ വന്നിട്ട് ഇവിടെയാണ് യൂഷ്വലി പണി നടക്കാറ്. അപ്പോൾ ഈ എടുത്ത ഫുട്ടേജ് എല്ലാം നമ്മൾ ആ ഫോണിൽ നിന്ന് എയർ ഡ്രോപ്പ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു പെൻഡ്രൈവ് വഴി നമ്മൾ എൻ്റെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നതാണ് ഇവിടെ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിന് മെയിൻലി യൂസ് ചെയ്യണ ജസ്റ്റ് സോഫ്റ്റ്വെയർ ബ്രീഫായിട്ട് പറയാം. പ്രീമിയർ പ്രോ, അത് നമ്മുടെ ടൈം ലൈൻ യൂഷ്വലി കട്ടിങ്ങും. പിന്നെ നിങ്ങൾ യൂഷ്വലി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ആ തുടക്കം കുറച്ച് ഇങ്ങനെ എഡിറ്റ്സും ആ വണ്ടീനെ ഷോക്കേസ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യണതിന് ഉപയോഗിക്കാനാണ് ഞാൻ ആഫ്റ്റർ എഫക്ട്സ്. ഇത് രണ്ടും അഡോബിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യണതിന് ഒരു ബീഫി കമ്പ്യൂട്ടർ വേണ്ടേ, അത് എൻ്റെ കയ്യിലുണ്ട്. ലെറ്റ്സ് മീറ്റ് മൈ സെറ്റപ്പ്. അപ്പോൾ എൻ്റെ PC പരിചയപ്പെട്ടു. അതിനു മുന്നേ ഞാൻ ആദ്യം ഇവിടെ വീഡിയോസ് യൂട്യൂബിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലീജിയൻ്റെ ലാപ്ടോപ്പാണ്, Wi-Fi 40 എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡാണ് ഈ സിസ്റ്റം. അത് ഞാൻ ലൈക്ക് കുറച്ച് വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് എടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് സൈഡ് ബൈ സൈഡ് കിടക്കും. ഇതിലൊക്കെ എഡിറ്റിംഗ് വെറുതെ പുഷ്പം പോലെ കിടക്കും. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാം. പ്രോസസ്സർ വരുന്നത് Ryzen 9 7900Xും അതിനെ പെയർ ചെയ്തേക്കുന്ന GPU എന്ന് പറയുന്നത് ഒരു RTX 4070 സൂപ്പർ, അത് MSIയുടെ. അതിൻ്റെ ഒപ്പം തന്നെ 32 GB ഓഫ് റാമും 2 TB NVMe SSD ആണ് ഈ ബീഫി PCനെ പവർ ചെയ്യണത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ പെയർ ചെയ്തേക്കുന്ന 2 പെരിഫറൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പെരിഫറൽസാണ് മോണിറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലും താഴെയായിട്ട് ഞാൻ ഡുവൽ മോണിറ്റർ സെറ്റപ്പിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ മെയിൻ മോണിറ്റർ വരുന്നത് ഒരു 2K അല്ലെങ്കിൽ
യൂഷ്വലി ആൾക്കാർക്ക് അറിയുന്ന 1440p സ്ക്രീൻ 1440p സ്ക്രീനാണ്. ഇത് MSIൻ്റെ G സീരീസിൻ്റെ 180 ഹെർട്സിൻ്റെ sRGB 119% ഉള്ള മോണിറ്ററാണ്. അത് എൻ്റെ സെക്കൻഡ് മോണിറ്റർ എന്ന് വെച്ചാൽ മുകളിലിരിക്കുന്ന സെക്കൻഡറി മോണിറ്റർ വരുന്ന ഒരു 1080p സ്ക്രീനാണ്. അത് ബെൻക്യൂൻ്റെ സൗയി സീരീസാണ്. അതിന് കളർ ഗ്രേഡിങ്ങിന് കുറച്ച് പ്രശ്നമുണ്ട്, കാരണം അത് 72% ആണ് അതിൻ്റെ sRGB തന്നെ. അപ്പോൾ കളർ ആക്യുറസി ചെറിയ രീതിക്ക് കുറവാണ്. അപ്പോൾ എൻ്റെ മെയിൻ മോണിറ്ററും ഭയങ്കര യൂസ്ഫുള്ളാണ്. അതും സെക്കൻഡറി മോണിറ്റർ 75 ഹെർട്സ് ആണ് അതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഈ രണ്ട് മോണിറ്ററിൽ എൻ്റെ മെയിൻ മോണിറ്റർ വരുന്നത് 27 ഇഞ്ചിൻ്റെ സ്ക്രീനും സെക്കൻഡറി മോണിറ്റർ 24 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. പക്ഷേ അതിൻ്റെ ബെസ്സിൽ കുറച്ച് വലുതായതുകൊണ്ട് കാണാൻ അത്രയും പ്ലസൻ്റ് അല്ല, പക്ഷേ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഫസ്റ്റ് പറയണത് ഞാൻ രണ്ട് സോഫ്റ്റ്വെയർസ് പറഞ്ഞുതരാം. അതിൽ പ്രീമിയർ പ്രോ ആണ് നമ്മുടെ യൂഷ്വൽ വീഡിയോസിൻ്റെ ടൈം ലൈൻസ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇത് എന്താണ് വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വരുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 15 to 20 മിനിറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട കുറച്ച് എക്സ്ട്രീം നമ്മുടെ വീഡിയോസ് ഉണ്ട് 30 മിനിറ്റ്സ് ഒക്കെ പോകുന്ന വീഡിയോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലെങ്ത്ത് നിങ്ങൾ 30 മിനിറ്റ്സ് കാണുമെങ്കിലും മെയിൻ സാധനം നമ്മൾ റോ ഫുട്ടേജ് എടുത്ത് ഈ ടൈം ലൈനിൽ ഇട്ട് കഴിയുമ്പോഴൊക്കെയാണ് ഒരു 1 hour അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ ഇത് വെട്ടിച്ചുരുക്കി അതിനുള്ള നിങ്ങൾ കാണുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ്, ഇപ്പോൾ എൻജിൻ സ്പെസിഫിക്കേഷനൊക്കെ കാണുമ്പോൾ ആ പോപ്പപ്പ് വരാറില്ലേ, അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേണ്ട കുറച്ച്, ഇപ്പോൾ അശ്വിനി മുസ്തഫ എക്സ്ട്രാ കുറച്ച് ലൈക്ക് റെസിംബ്ലൻസ് ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ ചില കാറുകൾക്ക് കാണാൻ ഇന്നതുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പഴയ ലുക്കൊക്കെ പറയുമ്പോൾ അതിന് കുറച്ച് പോപ്പപ്സ് അതിൻ്റെ ഇമേജസ് ഒക്കെ കാണിക്കുക. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് വെട്ടിച്ചുരുക്കി എടുക്കുന്നതാണ് നമ്മുടെ പ്രീമിയർ പ്രോ. പിന്നെ നമ്മൾ വരുന്നതാണ് ആഫ്റ്റർ എഫക്ട്സ്. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി കണ്ട നമ്മുടെ CB350RS അല്ലെങ്കിൽ ഡിഫൻഡറിൻ്റെ ഒക്കെ ഷോക്കേസിങ് വീഡിയോ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മിനിറ്റിലുണ്ടാവുന്ന കുറച്ച് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടുള്ളൊരു വീഡിയോ ഉണ്ടാവില്ല, അതിൻ്റെ ഷോക്കേസിങ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എഫക്ട്സും ആ ഒരു മോഷൻ ബ്ലറൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ആഫ്റ്റർ എഫക്ട്സ്. അപ്പം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ റെൻഡർ ഔട്ട് ചെയ്ത് കാണുന്നതാണ് യൂട്യൂബിൽ ഫൈനൽ വരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ സാധനം നമ്മൾ ലാസ്റ്റ് ഡേ എന്ന് വെച്ചാൽ 3rd ഷൂട്ട് ഡേ മീൻസ് എഡിറ്റിംഗ് ഡേൻ്റെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ കട്ടൊക്കെ ചെയ്ത് വെട്ടിച്ചുരുക്കി കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ടീമിനെ വിളിച്ചിട്ട് ഡിസ്കോർഡിൽ ഇരുന്നിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇവരെ ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറ്റണത്രയും കട്ട് ചെയ്യും, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും, ചിലപ്പോൾ റിപ്പീറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാം, അതൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു അബ്നോർമാലിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ചില ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അശ്വിനും മുസ്തഫ അവർ കറക്ഷൻസ് ഒക്കെ പറഞ്ഞാൽ അത് വെരിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ റെൻഡർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനിടും. അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലോട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ വഴി അത് അപ്ലോഡ് ചെയ്ത് യൂഷ്വലി നമ്മുടെ ടൈമിംഗ് വരുന്നത് ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് 9:30 ആണ് വീഡിയോസ് അപ്ലോഡ് ആവാറ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ദിവസം ഒരു 2 ദിവസം മുന്നേയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് തംബ്നെയിലൊക്കെ ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്താണ് ഇടാറ്. എന്നിട്ട് പിന്നെ ബാക്കി നിങ്ങളുടെ കയ്യിലാണ് സംഭവങ്ങളിരിക്കുക. നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെയൊക്കെ വ്യൂസൊക്കെ കാണുന്നതൊക്കെയാണ് നമുക്കൊരു എൻതൂസിയാസം എന്ന് പറയണത്. ഇത് പാഷൻ ഡ്രിവൺ കൂടി പറയാം, കാരണം കാർസ് ആർക്കും ഇഷ്ടമല്ലാതെ എൻതൂസിയാസം ഉള്ള 2 പേരാണ് ഇതിൻ്റെ ഹോസ്റ്റ്. ഇതിൻ്റെ പുറകെ പണിയെടുക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടം. എഡിറ്റിംഗ് ഇസ് മൈ പാഷൻ, കാർസ് ആർ ദെയർ പാഷൻ. അപ്പോൾ ഈ 2 സൈഡുമായിട്ടാണ് റിവ്യൂറിസം ഇസ് എ ബിഗ് തിങ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഒരു ചെറിയ ബിഹൈൻഡ് ദ സീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് എക്സ്ട്രാ അറിയണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പെരിഫറൽസ് ഒക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ആൻഡ് വിൽ ട്രൈ ടു ആൻസർ ഓൾ ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസസും എല്ലാ എക്യുപ്മെൻറ്റ്സും എൻ്റെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എല്ലാത്തിൻ്റെയും നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ ഓരോ സാധനമായിട്ട് പതുക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ നോക്കുകയാണ്. ഒരു ജസ്റ്റ് ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു DSLR-ലോട്ട് സ്വിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് DSLR-ലോട്ട് സ്വിച്ച് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഡ്രോണും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. നമ്മളെ കൊണ്ട് പറ്റുമൊന്നുകൂടെ നിസ്സാരം. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും റെസ്റ്റ് ഡേ. നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെയും ഇറ്റ്സ് ജസ്റ്റ് എ സൈക്കിൾ അഗൈൻ. പിന്നെ ഹാർഡ് വർക്ക് ആദ്യം തൊട്ട് പിന്നെയും കാർ എടുത്തിട്ട് ഇറ്റ്സ് ജസ്റ്റ് ഓൺ ആൻഡ് ഓൺ അഗൈൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ചെറിയ പ്രോസസ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം TTG എപ്പിസോഡ് 3 വേണ്ടി ഒരു ചെറിയ വെയിറ്റിംഗ് വെച്ചേക്കും. അതുപോലെ തന്നെ നമ്മുടെ പഴയ കാറിൻ്റെ വീഡിയോസൊക്കെ കാണാനായി
താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പോപ്പപ്പ് ഇതിൻ്റെ ഔട്ട്രോയിൽ വരുമല്ലോ, എടുത്ത് കുറച്ച് കാറിൻ്റെ വീഡിയോ കണ്ടിട്ട് നീ നൈസായിട്ട് അങ്ങ് ഇരിക്കുക. ഓക്കെ, ബൈ.